الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു അസ്സലാത്ത്, കിതാബു തഹാറത്താണ് നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ കിതാബു സ്വലയാണ്, നമസ്കാരവുമായി ബന്ധപ്പെട്ട കിതാബാണ്. അതിൽ ആദ്യത്തെ അധ്യായം നമസ്കാരം നിർബന്ധമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചില ശ്രേഷ്ഠതകളും പറയുന്ന അധ്യായമായിരുന്നു. രണ്ടാമതായി കൊണ്ടുവരുന്ന അധ്യായം ബാബുൻ ഫി അഹ്കാമിൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വിധികൾ, അതിന്റെ നിയമങ്ങൾ. ഇതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ലമ്മാ കാനത്ത് സ്വലവാത്തുൽ ഖംസു മുഅഖ്ഖതൻ ബിഔഖാത്തിൻ മുഅയ്യന, 5 നേരത്തെ നമസ്കാരം അത് നിശ്ചിതമായ സമയങ്ങളിൽ നിർണിതമാണ് എന്നിരിക്കെ ലാ യജൂസു ഫിഅലുഹാ ഖബ്ല ദുഖൂലി തിൽകൽ ഔഖാത്ത്, ആ നമസ്കാരങ്ങൾ അതിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് നിർവഹിക്കുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. കാരണം 5 നേരത്തെ നമസ്കാരം സമയനിർണിതമാണ്. അതുകൊണ്ട് ആ നമസ്കാരങ്ങൾ അതാതിന്റെ സമയത്ത് തന്നെയാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ചില സമയങ്ങളിൽ ജംആക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അസ്റിനെ ദുഹറിലേക്കും അതേപോലെ തന്നെ ഇഷാഇനെ മഗ്രിബിലേക്കും, അത് നേരെ തിരികെ ദുഹറിനെ അസ്റിലേക്കും മഗ്രിബിനെ ഇഷായിലേക്കും എന്ത് ചെയ്യാം, കൂട്ടിയോജിപ്പിച്ച് നമസ്കരിക്കുക എന്നുള്ള ചില സമയങ്ങളിൽ അനുവദനീയമാകും. അതിന് ശേഷം വിവരിക്കും. അതല്ല എങ്കിൽ പൊതുവെ അതാത് സമയങ്ങളിലാണ് അത് നിർവഹിക്കൽ. വക്കാനൽ കസീറു മിനൻ നാസി ലാ യഅരിഫു ദുഖൂലൽ വഖ്തി, ധാരാളം ജനങ്ങൾക്ക് സമയം പ്രവേശിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഔഖദ് യകൂനു മശ്ഗൂലൻ ലാ യന്തബിഹു ലിദുഖൂലിഹി, ചിലപ്പോ ആളുകൾ അധികവും അവരവരുടെ ജോലികളിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സമയമായിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല, അവരതിനെക്കുറിച്ച് ഉണർത്താൽ ഉണ്ടായാലല്ലാതെ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ അവരെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കണമെന്നില്ല. ഏതെങ്കിലും ജോലിയിൽ വ്യാപൃതനാണ് എങ്കിൽ ചിലപ്പോൾ സമയമായിട്ടുണ്ടാകാൻ, ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അറിയാതെ പോകും. അപ്പോ ശറഅ അല്ലാഹുൽ അദാന ലിസ്സലാ, അതുകൊണ്ട് എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്നതിനെ നിയമമാക്കി. ഇഅലാമൻ ബിദുഖൂലി വഖ്തിഹ, എന്തിനാണത്, ഇതാ ഇന്ന നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു. അപ്പോ സമയം അതിന്റെ സൂര്യന്റെ ചലനവും മറ്റുമെല്ലാം നോക്കി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാകാം. അതല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതരായ ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് അറിയണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതാ ഇന്ന സമയമായിരിക്കുന്നു, ദുഹറിന്റെ സമയമായി, അസ്റിന്റെ സമയമായി എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ബാങ്കിന് നിയമമാക്കി. വഖദ് ശുരിഅൽ അദാനു ഫി സനത്തിൽ ഊലാ ലിൽ ഹിജ്റത്തിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് 1ാമത്തെ വർഷം തന്നെയാണ് എന്ത് ചെയ്തത്, ബാങ്ക് വിളിക്കുക എന്നുള്ളതായ നിയമം നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ചാണ് ബാങ്ക് നിയമമാക്കപ്പെടുന്നത്. വസബബു മശ്റൂഇയ്യതിഹി, ഇത് നിയമമാക്കുന്നതിന്റെ അതിനുണ്ടായ കാരണം ഇങ്ങനെയാണ്. അന്നഹു ലമ്മാ അസുറ മഅരിഫത്തുൽ ഔഖാത്തി അലൈഹി, സമയങ്ങൾ, നമസ്കാരത്തിന്റെ സമയങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് സ്വഹാബികളുടെ മേൽ പ്രയാസകരമായി. ഈ സമയത്ത് തഷാവറോ
തശാവറു ഫീ നസ്ബി അലാമത്തിൻ ലഹ, അവർ പരസ്പരം കൂടിയാലോചിച്ചു എന്ത് ചെയ്യണം, ഒരു അടയാളം അതിന് സ്ഥാപിക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ത് ചെയ്തു, പല കോണുകളിൽ നിന്ന് വന്നു. എന്നാൽ ഈ സമയത്ത് ഫൗരിയ അബ്ദുല്ലാഹി ഇബ്നു സൈദിൻ ഹാദൽ അദാന ഫിൽ മനാം, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന് ഉറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഈ അദാൻ ബാങ്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. അഖറഹുൽ വഹ്യു, അങ്ങനെ ഈ പറയപ്പെട്ട ഈ അദാനിന്റെ പദങ്ങൾ എന്ത് ചെയ്തു, അത് വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാ, അല്ലയോ സത്യവിശ്വാസികളെ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ. ആ വിളി എന്തിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്? ബാങ്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മിൻ യൗമിൽ ജുമുഅത്തി, ജുമുഅ ദിവസം അങ്ങനെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ഫസാഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഖുതുബയിലേക്ക് നിങ്ങൾ വേഗതയിൽ ഉളരിയായി വരണം. കച്ചവടമൊക്കെ എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. അതുപോലെ ഖുർആൻ മറ്റൊരിടത്ത് ഇത് പറയുന്നുണ്ട്, വഇദാ നാദൈതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ. ഈ വിളിയും എന്തിനെ സംബന്ധിച്ചാണ്? ബാങ്കിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്വപ്നത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഖുർആനിലുള്ള ആയാത്തുകളുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഈ പറയുന്ന അദാനിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. وكل من الأذان والإقامة لهما ألفاظ مخصوصة من الذكر, ബാങ്കിനാകട്ടെ ഇഖാമത്തിനാകട്ടെ അതിന് രണ്ടിനും ചില പ്രത്യേകമായ പദങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മിനൽ ദിക്ർ, ദിക്റിനാൽ. അപ്പോൾ അത് ചില പ്രധാനപ്പെട്ട അദ്കാറുകളാണ് അതിലുള്ളത്. വഹുവ കലാമുൻ ജാമിഉൻ ലിഅഖീദത്തിൽ ഈമാൻ, ഇത് വളരെ സമഗ്രമായ ചില പദാവലിയാണ്. ഒരു വിശ്വാസിയുടെ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവന്റെ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാനപരമായ വിശ്വാസങ്ങളാണ് ഈ ചെറിയ വാക്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്, വിളിച്ചു പറയപ്പെടുന്നത്. ഫഅവ്വലുഹുമാ തക്ബീർ, അപ്പോൾ ഇതില് ബാങ്കിലാകട്ടെ ഇഖാമത്തിലാകട്ടെ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? തക്ബീറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തക്ബീറാണ്. ഇത് വഹു ഇജ്ലാലുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലാണത്. അപ്പോ അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ, അവന്റെ നിയമങ്ങളാണ് ഏറ്റവും വലുത്, അവനാണ് എൻ്റെ സൃഷ്ടാവ്, അവനാണ് എൻ്റെ ഉടമസ്ഥൻ, അവനാണ് എന്നെ പരിപാലിക്കുന്നവൻ, അവനാണ് എനിക്ക് റിസ്ക് നൽകുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, ഏറ്റവും വലിയവൻ എന്നുള്ള ബോധം മനസ്സിൽ സ്ഥാപിക്കുകയാണ് അല്ലാഹു അക്ബർ എന്നുള്ളതിലൂടെ. അതിനുശേഷം സുമ്മ ഇസ്ബാത്തുൽ വഹദാനിയ്യത്തി ലില്ലാഹി അസ്സ വജൽ, പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുകയാണ്. അള്ളാഹുവാണ് എന്റെ സൃഷ്ടാവെന്നിരിക്കെ അവന് മാത്രമേ എന്തുള്ളൂ, ഇബാദത്ത് പാടുള്ളൂ. അള്ളാഹുവിന് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അവനോടായിരിക്കും എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ നേർച്ചകൾ. അവനെയാണ് യഥാവിധം ഞാൻ ഭയപ്പെടുക, അവനെയാണ് യഥാവിധം ഞാൻ സ്നേഹിക്കുക, അവനിലാണ് എൻ്റെ അഭയം, അവനിലാണ് എൻ്റെ പ്രതീക്ഷകൾ. ഇബാദത്തുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനാണ് സമർപ്പിക്കുകയുള്ളൂ എന്നുള്ള സാക്ഷ്യവചനമാണത്. ശേഷം ഇസ്ബാത്തുൽ റിസാലത്തി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള സാക്ഷ്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച റസൂലും നബിയുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനും ഞാൻ എന്ത് ചെയ്യുന്നു, സാക്ഷ്യം പറയുന്നു. ثم الدعاء الى الصلاه التي هي عمود الاسلام, പിന്നീട് നമസ്കാരത്തിലേക്കുള്ള വിളിയാണ്. ഹയ്യ അലസ് സ്വലാ, നമസ്കാരത്തിലേക്ക് വരണേ എന്നുള്ള വിളിയാണ്. അതാണ് ഇസ്ലാമിന്റെ തൂൺ. ഇസ്ലാം നിലനിർത്തപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട തൂണാണിത്, നമസ്കാരം. പിന്നീട് ദുആഇ ഇലൽ ഫലാഹ്, ഫലാഹിലേക്കുള്ള വിജയത്തിലേക്കുള്ള വിളിക്കലാണ്. ഹയ്യ അലൽ ഫലാഹ് വഹുവ അൽ ഫൗസ് വൽ ബഖാഉ ഫി നഈമിൽ മുഖീം, എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുടെ ഭവനമായ യഥാർത്ഥ വിജയത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വിളിയാണത്. ഹയ്യ അലൽ ഫലാഹ്, ഒരാളുടെ യഥാർത്ഥ വിജയം അത് മുഖേനയാണ് എന്നുള്ളതാണ്. ثم يختمه بتكبير الله واجلاله, പിന്നീട് വീണ്ടും എന്ത് ചെയ്യാണ്, അതിനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറുകൾ കൊണ്ടും, അതേപോലെ വകലിമത്തുൽ ഇഖ്ലാസ് അല്ലതി ഹിയ മിൻ അഫ്ളലി ദിക്രി വഅജല്ലി, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ,
ഏറ്റവും മഹത്വമുള്ള ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും എന്ത് ചെയ്യാണ്, അതിനെ അവസാനിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത വല്ലത്തി ലൗ ഉസിലത് ബിസ്സമാവാതി വആമിരിഹിന്ന ഗൈറല്ലാഹ് വൽ അർദീന സബ്ഇ വആമിരിഹിന്ന ലറജഹത് ബിഹിന്ന ലിഇദമിഹാ വഫദ്ലിഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകാശങ്ങളിലും ഭൂമികളിലും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ ഒഴികെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ വാക്യം കൊണ്ട് തൂക്കിക്കണക്കാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ ഒരു മീസാനിന്റെ ഒരു തട്ടിൽ വയ്ക്കുന്നു. ആകാശങ്ങളിൽ ഉള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ ഒഴികെ ബാക്കിയുള്ള സകല വസ്തുക്കളും, അതേപോലെ ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും മറ്റൊരു തട്ടിലും വെച്ചാൽ എന്ത് ചെയ്യും, ഈ ലറജഹത് ബിഹിന്ന ലിഇദമിഹാ വഫദ്ലിഹാ ഇതിന്റെ ശ്രേഷ്ഠത കൊണ്ട് മഹത്വം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തട്ടിൽ എന്ത് ചെയ്യും, അതിന് തൂക്കം കൂടുമെന്നാണ്. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ ഇതാണ് ബാങ്കിന്റെ പദങ്ങളായിക്കൊണ്ട് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല വഖദ് ജാഅത് അഹാദീസു ഫീ ഫദ്ലിൽ അദാനി, ബാങ്കിന്റെ ശ്രേഷ്ഠത പറയുന്ന വ്യത്യസ്ത ഹദീസുകളുണ്ട്. വഅന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അഅനാഖൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും മുതുക് ഉയർന്നവർ, നീളമുള്ളവർ, കഴുത്ത് നീളമുള്ളവർ മുഅദ്ദിനീങ്ങളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥം? വ്യത്യസ്ത തഫ്സീറുകൾ ഉലമാക്കൾ നൽകുന്നുണ്ട്. ഒരു വ്യാഖ്യാന പ്രകാരം അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു, അതിനെ എത്തി നോക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആർക്കാണ്? മുഅദ്ദിനീങ്ങൾക്കാണ്. അപ്പൊ അവർക്ക് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാന പ്രകാരം ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ മനുഷ്യൻ അതികഠിനമായ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കും, വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അതിന്റെ ആ പ്രയാസം അനുഭവിക്കാതെ കഴുത്തിന് നീളമുള്ള ഉയർന്നു നിൽക്കുന്നവരായിരിക്കും ആര്? മുഅദ്ദിനീങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും ബാങ്ക് വിളിക്കുന്നവരുടെ ശ്രേഷ്ഠത എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. വേറെയും ധാരാളം ഹദീസുകൾ കാണാം. അവരുടെ ശബ്ദം കേൾക്കുന്ന വസ്തുക്കൾ അത്രയും അവർക്ക് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വൽ അദാൻ വൽ ഇഖാമത്ത് ഫർദു കിഫായ, ഈ എന്താണ് അതിന്റെ ഹുക്മ്, അതിന്റെ വിധി എന്താണ്? 5 നേരം നമസ്കരിക്കൽ ഫർദ് ഐനാണ്, ഓരോ മനുഷ്യനും വ്യക്തിപരമായി നിർബന്ധമാണ്. എന്നാൽ ഒരു നാട്ടിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ അതിന്റെ വിധി എന്താണ്? അത് ഫർദ് കിഫായയാണ് എന്നുള്ളതാണ്, സാമൂഹികമായ ബാധ്യതയാണ്. വഫർദുൽ കിഫായത്തി മാ യൽസമു ജമീഅൽ മുസ്ലിമീന ഇഖാമത്തു, മുസ്ലിമീങ്ങൾ ഒന്നടങ്കം എന്താണ് നടത്തേണ്ട, അവരെ ഒന്നടങ്കം അവരുടെ മേൽ നിർബന്ധമാകുന്ന കാര്യത്തിനാണെന്നത് പറയുക. ഫർദ് കിഫായ സാമൂഹികമായ ഒരു ബാധ്യതയാണ്. ഫൈദാ ഖാമ ബിഹി മൻ യക്ഫി, മതിയാകുന്ന ആളുകൾ അത് പൂർത്തിയാക്കിയാൽ സഖത്തൽ ഇസ്മു അനിൽ ബാഖി, ബാക്കിയുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യും, അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ പാപം വീണുപോകും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഫർദ് കിഫായ എന്ന് പറയുക. ആരെങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും എന്താകും, കുറ്റക്കാരാകും. അപ്പോൾ ഫർദ് കിഫായാണ്. മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടുകളിൽ എന്ത് ചെയ്തിരിക്കണം, ബാങ്ക് ഉറക്കെ വിളിച്ചിരിക്കണം. വഹുമാ മിൻ ഷാഇരിൽ ഇസ്ലാമി ളാഹിറ, ഇസ്ലാമിന്റെ പ്രകടമായ അടയാളങ്ങളിൽപ്പെട്ടതാണ് ബാങ്കും ഇഖാമത്തും. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്നതിന്റെ പ്രകടമായ അടയാളമാണെന്ത്, സമയമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഉറക്ക ബാങ്ക് വിളിക്കും. വഹുമാ മശ്റൂഅാനി ഫീ ഹഖ്ഖിൽ റിജാലി ഹദറൻ വസഫറൻ ലിസ്സലവാത്തിൽ ഖംസ്, ഇത് രണ്ടും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നിയമമാക്കപ്പെട്ടതാണ്. അവർ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും യാത്രയിലാണെങ്കിലും 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് എന്ത് ചെയ്യണം, അവർ ബാങ്ക് വിളിക്കുക എന്നുള്ളത് അവർക്ക് നിയമമാക്കപ്പെട്ടതാണ്. ഇനി ഒരു നാട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ബാങ്ക് വിളിക്കപ്പെടുന്നില്ല എന്നിൽ യുഖാത്തുലു അഹ്ലു ബലദിൻ തറഖൂഹുമാ, ഒരു ഇസ്ലാമിക ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ചില നാടുകളിൽ ആളുകൾ ഇത് നടത്താതെ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അവരോട് എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ ഏറ്റുമുട്ടാമെന്നാണ്. ബാങ്ക് നടത്തപ്പെട്ടാലേ അത് മുസ്ലിം സമൂഹമായിട്ട് എന്ത് ചെയ്യപ്പെടുകയുള്ളൂ, അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതിനാൽ. لأنهما من شعائر الإسلام الظاهرة فلا يجوز تعطيلهما, കാരണം ഇത് ഇസ്ലാമിന്റെ പ്രകടമായ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടാണെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം, ബാങ്ക് ഉറക്കെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്.
വസ്ഫാത്തുൽ മുഅ്തബറത്തു ഫി മുഅദ്ദിനി. ഇനി ബാങ്ക് വിളിക്കുന്നയാൾ എങ്ങനെയുള്ളയാളായിരിക്കണം? എന്താണ് അതിന്റെ ഗുണം? അയ്യക്കൂന സയ്യിതൻ, നല്ല ശബ്ദമുള്ളയാളെയാണ് ബാങ്കിന് വേണ്ടി എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കേണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല ഉച്ചത്തിൽ എന്ത് ചെയ്യുമായിരുന്നു, ബാങ്ക് വിളിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചൊല്ലിക്കൊടുക്കാനാണ് പറഞ്ഞത് ബാങ്കിന്റെ വാക്കുകൾ. എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണത് കണ്ടത് ഉറക്കത്തിൽ. അത് എന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യാണ്, പറയുകയാണ്. അപ്പൊ നല്ല ശബ്ദമുള്ള ആളായിരിക്കണം. അതേപോലെ ലിഅന്നഹു അബ്ലഗു ഫിൽ ഇഅലാം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിൽ അങ്ങേയറ്റം വരെയും എത്താൻ, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണമാവുക അങ്ങനെയാണ്. നല്ല ശബ്ദമുള്ള ആള് ബാങ്ക് വിളിച്ചാലാണ്. അതേപോലെ തന്നെ അമീനാകണം, വിശ്വസ്തനായ ആളായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. കാരണം ലിഅന്നഹു മുഅ്തമനുൻ, അവൻ വിശ്വാസമർപ്പിക്കപ്പെടുന്നയാളാണ്. യുഅ്തബറു അദാനുഹു ഫി ദുഖൂലി വഖ്തി സ്വലാത്തി വസ്സിയാമി വൽ ഇഫ്താർ, നമസ്കാരത്തിന്റെ സമയമായി, അതേപോലെ ഇതാ നോമ്പെടുക്കാനുള്ള സമയമായി, നോമ്പ് മുറിക്കാനുള്ള സമയമായി എന്നെല്ലാം പരിഗണിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, ആളുകളെ ചതിക്കുന്നവനാകാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആളുകൾ നോമ്പും നമസ്കാരവും എല്ലാം തെറ്റായി നിർവഹിക്കപ്പെടും എന്നുള്ള കാരണത്താൽ. അതേപോലെ വയക്കൂന ആലിമുൻ ബിൽ വഖ്തി, സമയത്തെക്കുറിച്ച് അറിവുള്ളയാളായിരിക്കണം. ലിയുഅദ്ദിന ഫി അവ്വലിഹി, അതിന്റെ ആദ്യ സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ബോധമുള്ളയാളുമായിരിക്കണം. വൽ അദാനു 15 ജുംലതൻ, ബാങ്കിന് 15 ജുംലകളാണുള്ളത്, 15 വാക്യങ്ങളാണ് ബാങ്കിനുള്ളത്. കമാ കാന ബിലാൽ യുഅദ്ദിനു ബിഹി ബിഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചതുപോലെ. അത് എത്ര വാക്യമായിരുന്നു? 15 വാക്യങ്ങളായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിന്റെ രൂപം എങ്ങനെയാണ്? അത് വയുസ്തഹബ്ബു അൻ യതമഹ്ഹല ബി അൽഫാദിൽ അദാനി, ബാങ്കിന്റെ ലഫ്ളുകൾ പതിയെ സാവധാനം പറയലാണെന്ത് മുസ്തഹബ്, സുന്നത്ത്. വളരെ വേഗതയിൽ പറയലല്ല, പിന്നെന്ത് ചെയ്യണം, സാവധാനമാക്കണം. എന്നാൽ മിൻ ഗൈരി തംതീത്തിൻ വലാ മദ്ദിൻ മുഫ്രിത്തിൻ, നീട്ടി വലിച്ചു പറയേണ്ടതില്ല. അർത്ഥങ്ങളിൽ വ്യത്യാസം വരുന്ന രീതിയിലുള്ളതായ എന്ത് രാഗവും ഈണവും നൽകുക, അതിനെ വലിച്ചു നീട്ടുക, ഇത് എന്തല്ല, ശരിയല്ല. സാവധാനമാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സമയമെടുത്ത് നിർത്തി സാവധാനം ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ലഫ്ളുകളും വേറെ വേറെ ആക്കി ചെയ്യുക, ഇതാണ്. എന്നാൽ എന്തല്ല, പാട്ട് പാടുന്നത് പോലെ കൊടുക്കുന്നതല്ല എന്ത് ബാങ്ക് എന്നുള്ളത്. അതിനെ വളരെയധികം ദീർഘമായി മദ് കൊടുത്ത് അക്ഷരങ്ങൾ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് മാറുന്ന രീതിയിൽ വലിച്ചു നീട്ടുക എന്നുള്ളതല്ല, അനുവദനീയമല്ല. വയഖിഫ അലാ കുല്ലി ജുംലത്തിൻ മിൻഹു, അതിൽ ഓരോ ജുംലയുടെ അവസാനം എന്ത് ചെയ്യണം, നിർത്തണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നിർത്തണം. അതിനുശേഷം വീണ്ടും തുടങ്ങുക. നമ്മൾ കാമത്തിൽ വേഗതയിൽ പറയുന്ന പോലെ പറയാൻ പാടില്ല എന്നർത്ഥം. വയുസ്തഹബ്ബു അൻ യസ്തഖ്ബില അൽ-ഖിബ്ലത ഹാലൽ അദാൻ, അതേപോലെ ബാങ്ക് വിളിക്കുമ്പോൾ ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുക എന്നുള്ളതും എന്താണ്, മുസ്തഹബ്ബാണ്. വയജഅല ഉസ്ബുഅൈഹി ഫീ ഉദുനൈ, 2 വിരലുകൾ എന്ത് ചെയ്യുക, ചെവിയിൽ ഇങ്ങനെ വെക്കുക, അതും എന്താണ്, മുസ്തഹബ്ബായ കാര്യമാണ്. ലിഅന്നഹു അർഫഉ ലിസ്സൗതി, കാരണം അത് ശബ്ദം നല്ല ഉച്ചത്തിലാകാൻ സഹായിക്കുന്ന കാര്യമാണ്. ഒരാൾ ചെവി അടച്ചുപിടിച്ച സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദം ഉയരും. വലിയ ബഹളമുള്ള സ്ഥലത്ത് നിന്നിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, വലിയ ഒച്ച എടുക്കണം, എന്നാലും എന്ത് ചെയ്യുള്ളൂ, മറ്റുള്ളവർ കേൾക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ചെവി അടഞ്ഞുമ്പോൾ ശബ്ദം ഉയരും. അപ്പൊ ശബ്ദം ഉയരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണെന്ത്, 2 ചെവികളിൽ വിരൽ വയ്ക്കുക എന്നുള്ളത്. അപ്പൊ അത് ശബ്ദം ഉയരുക എന്നുള്ളത് പിന്നെ അത് ബാങ്ക് വിളിക്കുന്നവന്റെ ഒരു അടയാളമാണ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്, മുസ്തഹബ്ബാണ്. അതുപോലെ വയൽതഫിത യമീനൻ ഇൻദ ഖൗലിഹി ഹയ്യ അലൽ സ്വലാഹ് വശിമാലൻ ഇൻദ ഖൗലിഹി ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറയുമ്പോൾ വലതു ഭാഗത്തേക്കും, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇടതുഭാഗത്തേക്കും തിരിയലും എന്താണ്, മുസ്തഹബ്ബാണ്. ഇത് എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഈ പറയുന്ന മൈക്കും മറ്റും ഒന്നുമില്ലാത്ത സമയങ്ങളിൽ പള്ളിയുടെ പുറത്ത് ഒരു മുനാരമുണ്ടാകും. അതിന്റെ മേലെ കയറി നിന്നിട്ടാണ് എന്ത് ചെയ്യുക, ബാങ്ക് വിളിക്കുക. അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഉറക്കെ ബാങ്ക് വിളിക്കുക. കാരണം എന്താണ്,
ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എത്തുമ്പോൾ എല്ലാ ദിശകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും? ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് ചെയ്യും. ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മുഖബ്ബിറാത്ത് സൗത്ത് ഇതുപോലുള്ള മൈക്കുകൾ വന്നതിന് ശേഷം അങ്ങനെ തിരിയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉലമാക്കൾ നൽകുന്ന മറുപടി, തിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ശബ്ദം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ശബ്ദം കുറയും ചിലപ്പോൾ. അപ്പൊ ശബ്ദം കുറയും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല? അവിടെ തിരിയേണ്ടതില്ല. കാരണം ശബ്ദം എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തിരിയുന്നത്. അപ്പൊ ശബ്ദം എത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മൈക്കിന്റെ സ്പീക്കർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുളം, അത് എന്ത് ചെയ്യുക? 2, 3, 4 ദിശകളിലേക്ക് തിരിച്ചു വയ്ക്കുക. അതാണ് കൂടുതൽ എന്ത് ചെയ്യുക? അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. അപ്പൊ എന്നിട്ട് നേരെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? കൂടുതൽ വ്യക്തമാവുക എന്നുള്ളതിനാൽ മൈക്കിലാണ് പറയുന്നത് എങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല? തിരിയേണ്ടതില്ല എന്നുള്ളതാണ്. ويقول بعد حي على الفلاح, حي على الفلاح എന്നതിന് ശേഷം الثانية من أذان الفجر, ഹയ്യ അലൽ ഫലാഹ് എന്ന് രണ്ടാമത് പറഞ്ഞതിന് ശേഷം സുബ്ഹിന്റെ ബാങ്കിൽ, ഫജ്ർ നമസ്കാരത്തിന്റെ ബാങ്കിൽ പ്രത്യേകമായി കൊണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയലും എന്താണ്? പ്രത്യേക നിയമമാക്കപ്പെട്ട കാര്യമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ഖൈറാണെന്ത്? നമസ്കാരം എന്ന് ഉറക്കെ വിളിച്ചു പറയണം. മറത്തൈൻ, 2 പ്രാവശ്യം. ലിഅംരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക്, കാരണം അത് അങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട് എന്നുള്ള കാരണത്താലാണ്. ലിഅന്നഹു വഖ്തുൻ യനാമു الناس ഫീഹി ഗാലിബൻ, പൊതുവെ ആളുകൾ ഉറങ്ങുന്ന സമയമാണത്. അതുകൊണ്ട് അവർക്ക് നമസ്കാരത്തിലേക്ക് കൂടുതൽ പ്രേരണ നൽകാൻ വേണ്ടിയിട്ടുള്ള എന്താണ്? ഒരു ഉണർത്തലാണ് ഈ ഹയ്യ അലൽ ഫലാഹ് എന്നതിന് ശേഷം എന്ത് ചെയ്യുക? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് അവരെ പറഞ്ഞ് പ്രചോദിപ്പിക്കുക. നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം എന്ന് ഉണർത്തുക എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വലാ തജൂസു സിയാദതു അലാ അൽഫാദുൽ അദാനി ബിഅദ്കാരി ഉഖ്റാ ഖബ്ലഹു വലാ ബഅദഹു. ബാങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഈ ലഫ്ളുകളുണ്ട്. ആ ലഫ്ളുകൾ കൂടാതെ അതിന്റെ മുമ്പോ ശേഷമോ പ്രത്യേകമായ മറ്റുള്ള ഏതെങ്കിലും അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ബാങ്കിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഉറക്കെ കൊടുക്കേണ്ട പദങ്ങൾ ഈ പറയപ്പെട്ട 15 പദങ്ങളായിരിക്കണം. അതല്ലാതെ എന്ത് ചെയ്യേണ്ടതില്ല? ഒന്നും തന്നെ ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല. ചില നാടുകളിൽ എന്ത് ചെയ്യും? സ്വലാത്ത് പറയും ആദ്യം, ചിലപ്പോൾ ബിസ്മി പറയും, ചിലപ്പോൾ വേറെ ചില പദങ്ങൾ കൂട്ടിച്ചേർക്കലുണ്ട്. അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വലിയാണ് എന്ന് സാക്ഷ്യം പറയലുണ്ട് ചില വാങ്കുകളിൽ. ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ വാങ്കല്ലാതെ മറ്റൊരു പദം എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ യർഫഉ ബിഹാ സൗത, അതുകൊണ്ട് ശബ്ദം ഉയർത്തുക എന്നുള്ളത് പാടില്ല. ലിഅന്ന ദാലിക മിനൽ ബിദ്അഇൽ മുഹ്ദസ, അത് പുതുതായി നിർമ്മിക്കപ്പെട്ട ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. ഫകുല്ലു മാ യുഫഅലു ഗൈറൽ അദാനി സാബിതി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹു ബിദ്അത്തുൻ മുഹറമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ബാങ്ക് അല്ലാതെ കൊടുക്കപ്പെടുന്ന ഏതൊരു കാര്യവും അത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ബാങ്കിന്റെ കൂടെ പാടില്ല, അത് ബിദ്അത്താണ്. കത്തസ്ബീഹ് വൻ നശീദ്, സുബ്ഹാനല്ലാഹ് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പോലെ ഏതെങ്കിലും നശീദകൾ പറയുക, വദ്ദുആഇ, ഏതെങ്കിലും പ്രാർത്ഥനകൾ. ചില നാടുകളിൽ എന്ത് ചെയ്യും? ബാങ്കിന് ശേഷം പ്രാർത്ഥന എന്ത് ചെയ്യും? ഉറക്കം തന്നെ പറയും. നിയമമാക്കപ്പെട്ട പ്രാർത്ഥനയായിരിക്കും, പക്ഷെ അത് ബാങ്കിനോട് കൂടെ ഉറക്കം പറയേണ്ടതല്ല. അതെന്താണ് ചെയ്യേണ്ടത്? സാവധാനമാണ് ചെയ്യേണ്ടത്. അതുപോലെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി ജഹറൻ ഖബല അദാനി വബഅദ, നബിയുടെ മേലുള്ള സ്വലാത്തു വസ്സലാമും പറയുക, മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും. ശേഷം പറയൽ സുന്നത്താണ്, പക്ഷേ ബാങ്കിനോട് കൂടെ ഉറക്കത്തിൽ പറയുക എന്നുള്ളതല്ല, ഉറക്ക പറയുക എന്നുള്ളതല്ല, അത് ശരിയായ നടപടിയല്ല. ഫകുല്ലു ദാലിക മുഹദസുൻ മുബ്തദഉൻ, അതെല്ലാം തന്നെ പുതുതായി നിർമ്മിക്കപ്പെട്ട ബിദ്അത്തുകളാണ്. യഹ്റുമു ഫിഅലുഹു, അത് പ്രവർത്തിക്കൽ നിഷിദ്ധവുമാണ്. വയജിബു ഇൻകാറുഹു അലാ മൻ ഫഅല, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം? അത് ഇൻകാർ ചെയ്യണം, തിരുത്തി കൊടുക്കണം, പാടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കൽ നിർബന്ധമാണ്. വലാ യുജ്സിഉൽ അദാനു ഖബല വഖതി, സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ പാടില്ല. അങ്ങനെ ബാങ്ക് വിളിച്ചാൽ അത് ബാങ്കായിട്ട് പരിഗണിക്കപ്പെടുകയില്ല, മതിയാവുകയില്ല. ലിഅന്നഹു ശുരിഅ ലിൽ ഇഅലാമി ബിദുഖൂലി, കാരണം ബാങ്ക് വിളിക്കുന്നത് എന്തിനാണ്?
സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇന്ന് നമസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഫലാ യഹ്സുലു ബിഹിൽ മഖ്സൂദ്. അപ്പൊ നേരത്തെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താവില്ല, അതിന്റെ ലക്ഷ്യം സാധൂകരിക്കപ്പെടുകയില്ല. മാത്രമല്ല വലി അന്ന ഫീഹി തഗ്യീറൻ ലിമൻ യസ്മഉ, കാരണം അതിൽ ഒരു ചതിവുമുണ്ട്, വഞ്ചനയുമുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, കബളിപ്പിക്കപ്പെടും. ഇല്ല അദാനൽ ഫജ്രി, ഫജ്റിന്റെ ബാങ്ക് ഒഴികെ. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് നേരത്തെ കൊടുക്കാം. ഫയജൂസു തഖ്ദീമുഹു ഖബ്ല സുബ്ഹി, സുബ്ഹിന് മുമ്പ് അതിനെ മുന്തിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ലിയതഅഖബ അന്നാസു ലിസ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് ജനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാകിൻ യംബഗി അൻ യുഅദ്ദിന അദാനൻ ആഖർ ഇൻദ തുലൂഇൽ ഫജ്രി, ഫജ്റിന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, വേറൊരു ബാങ്ക് കൊണ്ട് കൊടുത്തിരിക്കണം, അതല്ലാതെ കൊടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യമേ തഹജ്ജുദിന് വേണ്ടിയിട്ടും ഉണരാനും അതുപോലെ കുളിച്ച് റെഡിയാവാനും വേണ്ടിയിട്ടൊക്കെ നേരത്തെ ഒരു ബാങ്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല, അത് നിയമമാക്കപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, കറക്റ്റ് ഫജ്റിന്റെ സമയമാകുമ്പോൾ ഒരു ബാങ്ക് കൂടി കൊടുത്തിരിക്കണം. ലിയഅരിഫ അന്നാസു ദുഖൂലൽ വഖ്തി വഹുലൂല സ്വലാത്തി വസ്സിയാം, എന്തിനു വേണ്ടിയിട്ട് ജനങ്ങൾ മനസ്സിലാക്കണം, ഇതാ സുബ്ഹിന്റെ സമയമായിട്ടുണ്ട്, നോമ്പ് ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്, നമസ്കാരം സുബ്ഹിന്റെ നമസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേറൊരു ബാങ്ക് കൊടുക്കണം. അങ്ങനെയല്ലാതെ വേറൊരു ബാങ്ക് എന്ത് ചെയ്യാൻ പാടില്ല, നേരത്തെ കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രീതിയാണ്, സുബ്ഹിന്റെ സമയത്ത് സാധാരണ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ചില നാടുകളിലെല്ലാം 10 മിനിറ്റൊക്കെ മുമ്പ് എന്ത് ചെയ്യലുണ്ട്, ഫജ്ർ ബാങ്ക് വിളിക്കലുണ്ട്. ഇത് വളരെ വലിയ അബദ്ധമാണ്. ഫജ്ർ ആകുന്നതിന് മുമ്പേ ഫജ്റിന് ബാങ്ക് വിളിക്കുന്നു. അത് ഈ 2 ബാങ്കിന്റെ സിസ്റ്റം അല്ല, 2 ബാങ്കിന്റെ സിസ്റ്റം അല്ലാതെ തന്നെ ഒറ്റ ബാങ്കേ ഉള്ളൂ ആ നാടുകളിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് 10 മിനിറ്റുകൾ മുമ്പേ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആളുകൾ വഞ്ചിക്കപ്പെടും. പ്രത്യേകിച്ച് യാത്രക്കാരോ മറ്റൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ബാങ്ക് കേട്ടിട്ട് നമസ്കാരം നിർവഹിച്ചവർ യാത്ര ആരംഭിക്കും. അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് നമസ്കരിച്ചു, സമയമാകുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ നമസ്കാരം എന്താവില്ല, സ്വഹീഹാവുകയില്ല. അപ്പോൾ അത് വളരെ വലിയ അബദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ കേട്ടുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൽ പെട്ടുപോകും. അപ്പോ സമയമാകാതെ ബാങ്ക് വിളിക്കുക എന്നുള്ളത് അനുവദനീയമല്ല എന്നുള്ളതാണ്. ഇനി വയുസന്നു ലിമൻ സമിഅൽ മുഅദ്ദിൻ, ഇപ്പോ ബാങ്ക് വിളിക്കുന്നതിന്റെ രീതിയാണ് പറഞ്ഞത്. ഇനി മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് സുന്നത്ത്? ഒരാൾ ബാങ്ക് വിളിക്കുകയാണ്, അപ്പോൾ വയുസന്നു ലിമൻ സമിഅൽ മുഅദ്ദിന, മുഅദ്ദിനെ കേൾക്കുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെടും ഇജാബത്തുഹു, അതിന് മറുപടി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എങ്ങനെയാണ് അതിന് മറുപടി പറയുക? ബി അൻ യഖൂല മിസ്ല മാ യഖൂൽ, എന്താണോ മുഅദ്ദിൻ പറയുന്നത് അതേപോലെ എന്ത് ചെയ്യുക, ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, കേൾക്കുന്നയാളും എന്ത് ചെയ്യുന്നു, അത് പറയുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, കേൾക്കുന്നയാളും പറയും. അപ്പോൾ ബി മിസ്ലി മാ യഖൂൽ, ബി അൻ യഖൂല മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക. വയഖൂലു ഇൻദ ഹയ്യ അലസ് സ്വലാഹ് വഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ് സ്വലാഹ് എന്നും ഹയ്യ അലൽ ഫലാഹ് എന്നും മുഅദ്ദിൻ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്നും പറയും സുന്നത്താക്കപ്പെടും. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്തില്ല, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യന് നന്മ ചെയ്യാനുള്ളതായ ശേഷിയും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ളതായ ക്ഷമയും സ്ഥൈര്യവും ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അള്ളാഹുവെ അതൊരു സഹായതേട്ടം കൂടിയിട്ടാണ്, എനിക്ക് നമസ്കരിക്കാനുള്ള സഹായം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ള സഹായതേട്ടം കൂടി ഇതിലുണ്ട്. ഞാൻ ദുർബലനാണ്, അള്ളാഹു നീയാണ് ശക്തൻ എന്നുള്ള ഏറ്റുപറച്ചിൽ കൂടിയിട്ടാണത്. ثم يقول بعدما يفرغ المؤذن, അങ്ങനെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയണം, കേൾക്കുന്നവരും പറയണം, ബാങ്ക് വിളിച്ചയാളും പറയണം. ഒരു പ്രാർത്ഥനയാണത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ, അപ്പോൾ ബാങ്ക് കേൾക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാങ്ക് കേൾക്കുക എന്നുള്ളത് എന്താണ്, മശ്റൂആക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ബാങ്ക് കേൾക്കും മറ്റുള്ള ശുഗലുകളിൽ നിന്ന് എന്ത് ചെയ്യുക,
നിർത്തിവെക്കുക, മറ്റുള്ള തിരക്കുകൾ മാറ്റിവെക്കുക, എന്നിട്ട് അതിന് കേൾക്കുക, ചെവി കൊടുക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിന് മറുപടി പറയാൻ പറ്റൂ. അപ്പോ ബാങ്ക് കേൾക്കുന്ന ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ സമ്പൂർണമായ ദഅവത്തിന്റെ റബ്ബായ അല്ലാഹുവേ. സമ്പൂർണമായി ദഅവത്ത്, പ്രബോധനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലഫ്ളുകളാണ്. തക്ബീറും അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനുള്ള ഷഹാദത്ത്, ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദഅവത്താണ് നടത്തിയിരിക്കുന്നത്. ഇത് ഈ സമ്പൂർണമായ ദഅവത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, വസ്സലാത്തി ഖായിമ, എന്നെന്നും നിലനിർത്തപ്പെടുന്നതായ നമസ്കാരത്തിന്റെയും റബ്ബായ അല്ലാഹുവേ, ആതി മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകണമേ അൽ വസീല, വസീലത്ത് കൊടുക്കണമേ. വസീലത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതായ പ്രത്യേകമായ ഒരു പദവിയാണ്. പിന്നെ ഹദീസുകളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതേപോലെ വൽ ഫളീല, ഫളീലത്തും അങ്ങനെ തന്നെയാണ്, പ്രത്യേകമായ ഒരു പദവിയാണ് അത് എന്നാണ്. വബഅസുൽ മഖാമൽ മഹ്മൂദ് അല്ലദീ വഅത്ത, നീ വാഗ്ദാനം ചെയ്ത അൽ മഖാമുൽ മഹ്മൂദ്, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്യണമേ. അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അഷ്ഫാഅത്തുൽ കുബ്ര, അതിലുള്ളതായ സ്ഥാനമാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ജനങ്ങൾ എന്ത് ചെയ്യും, മഹ്ശറിൽ വളരെ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. ഈ സമയത്ത് വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ആഗ്രഹിക്കും. വിചാരണ തുടങ്ങാതെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അവർ ഓരോ അമ്പിയാക്കളെയും പോയി സമീപിക്കും. ആദം അലൈഹിസ്സലാമിനെ, നൂഹ് നബിയെ, അങ്ങനെ പല പല അമ്പിയാക്കന്മാരെ സമീപിക്കും ശുപാർശ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ത്, അതിനുള്ള അനുമതി നൽകപ്പെടുക. അതിനാണ് അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാ ഹല്ലത്ത് ലഹു ശഫാഅത്തു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് ശുപാർശ എന്ത് ചെയ്യും, അവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കേൾക്കുക, അതിന് മറുപടി പറയുക, ഈ പ്രാർത്ഥന പറയുക, ഇത് നാളെ ആഖിറത്തിൽ ശുപാർശ ലഭിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് സബബാണത്. വയഹ്റുമുൽ ഖുറൂജു മിനൽ മസ്ജിദ് ബഅദൽ അദാനി ബിലാ ഉദ്രി ഔ നിയ്യത്തി റുജൂഇ, ഒരാൾ പള്ളിയിലിരിക്കുകയാണ്, പള്ളിയിലിരിക്കുമ്പോഴാണ് നമസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നത്. എന്നാൽ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഒരു കാരണവും കൂടാതെ. ബിലാഉദി, ഒരു കാരണവും കൂടാതെ. ഔ നിയ്യത്തി റുജൂഇ, അല്ലെങ്കിൽ മടങ്ങി വരാനുള്ള നെയ്യത്ത് കൂടാതെ. അല്ല എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് പോവുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അപ്പോൾ നമസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാവൂ, പുറത്തേക്ക് പോകാവൂ. അതല്ലാതെ പുറത്തു പോകുക എന്നുള്ളത് പാടില്ല, നിഷിദ്ധമായ കാര്യമാണ്. മടങ്ങി വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. അതേപോലെ ഇദാ ശറഅൽ മുഅദ്ദിനു ഫിൽ അദാനി വൽ ഇൻസാനു ജാലിസുൻ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണ്, അപ്പോൾ ഒരാൾ ഇരിക്കുകയാണ്. ഫലാ യൻബഗി ലഹു അൻ യഖൂം, പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുക എന്നുള്ളത് പാടില്ല. ബൽ യസ്ബിറു, പിന്നെന്ത് ചെയ്യണം, ക്ഷമിച്ച് അവിടെ തന്നെ ഇരിക്കണം. ഹത്താ യബ്റുഗ ലിഅല്ലാ യതശബ്ബഹ ബിശ്ശൈത്വാൻ, അങ്ങനെ ക്ഷമിച്ചിരിക്കണം ബാങ്ക് വിളി അവസാനിക്കുന്നത് വരെ. കാരണം എന്താണ്, ലിഅല്ലാ യതശബ്ബഹ ബിശ്ശൈത്വാൻ, ശൈത്വാനിനോട് സാദൃശ്യമാകാതിരിക്കാനാണ്. ഷൈത്വാൻ ബാങ്ക് കിട്ടാൻ ചെയ്യും, ഉടനെ എണിച്ച് ഓടി അകലുന്നതാണ്. അപ്പോൾ അത് ഷൈത്വാനിനോട് സാദൃശ്യമാകലാണ്. ദിക്റുകൾ പറയുന്നത് എന്ത് ചെയ്യില്ല, ഷൈത്വാൻ ഒരിക്കലും സഹിക്കപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ദിക്ർ ഉറക്കെ പറയുക, ഉറക്കെ പറയേണ്ട സാഹചര്യങ്ങൾ ഉറക്കെ പറയുക, അല്ലെങ്കിൽ ദിക്റുകൾ ആവർത്തിക്കുക. ഒരു മനുഷ്യൻ അവന്റെ സ്വഭാവം ഏറ്റവും നല്ല രീതിയിലാക്കി മാറ്റാൻ ഏറ്റവും നല്ല പണിയതാണ്. ഷൈത്വാനാണ് പലപ്പോഴും എന്ത് ചെയ്യുക, മനുഷ്യനെ ദുർബലനാക്കി തീർക്കുന്നത്, തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു കവചമാണ് എന്ത് ചെയ്യുക, ദിക്റുകൾ പറയുക. തക്ബീറുകൾ, തഹ്ലീലുകൾ, തസ്ബീഹുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഷൈത്താൻ എന്ത് ചെയ്യും, പരാജയപ്പെടും. അവൻ ദുർബലനാകും, ഷൈത്താൻ തന്നെ ദുർബലനാകും. അതുകൊണ്ടാണ് ഖന്നാസ് എന്ന് ഷൈത്താനെ കുറിച്ച് പറയുന്നത്. ഖന്നാസ് സുഹൃത്തു മുഅവ്വിദത്തിൽ പറയുന്നുണ്ടല്ലോ, ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുന്നവൻ എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കുമെന്ത് ചെയ്യും, ഷൈത്താൻ പിന്മാറിക്കളയും. സ്മരണയില്ലാത്ത ഗഫലത്തിൽ എന്ത് ചെയ്യും, ഷൈത്താൻ ഓടിയെടുക്കും മനുഷ്യനിലേക്ക്. അതുകൊണ്ട് ആണ് എന്ത്, ദിക്ർ നിരന്തരമായി പറയുക. അത് എന്താണ്,
ഷൈത്താനിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ്. അപ്പൊ ബാങ്ക് വിളി കേട്ടാൽ ഉടനെ എണിച്ചു പോകുന്നതാരാണ്? ഷൈത്താനാണ്. അപ്പൊ ഷൈത്താനിന്റെ പ്രവൃത്തിയോട് സാദൃശ്യമാകാതിരിക്കാൻ ബാങ്ക് വിളി കേട്ട പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിരിക്കുക, ചാടിയെടുക്കാതിരിക്കുക, അവിടെ ക്ഷമിച്ചിരിക്കുകയാണ് വേണ്ടത്. വയംബഗി ലിൽ മുസ്ലിമി ഇദാ സമിഅ അൽ അദാന അൻ യതവജ്ജഹ ഇലൽ മസ്ജിദ്. ഇനി അങ്ങനെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന് പള്ളിയിലേക്ക് പോവുക എന്നുള്ളതാണ്. പള്ളിയെ ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക, പള്ളിയിലേക്ക് നടക്കുക. അതാണ് പിന്നീട് അവൻ ചെയ്യേണ്ടത്. ദുനിയവിയായ ഭൗതികമായ മറ്റുള്ള കാര്യങ്ങൾ അവൾ ഉപേക്ഷിക്കുക. പിന്നെ ഉടനെ എന്ത് ചെയ്യണം? നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, വുളൂ ചെയ്യുക, പള്ളിയിലേക്ക് പോവുക. ഖാല അല്ലാഹു തആല പറഞ്ഞു, ഫീ ബുയൂത്തിൻ, അള്ളാഹുവിന്റെ ചില ഭവനങ്ങളിലുണ്ട്. എങ്ങനെയുള്ള ഭവനമാണ്? അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു. അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാനും ഉയർത്തപ്പെടാനും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നതായ അള്ളാഹുവിന്റെ ഭവനങ്ങളിലുണ്ട്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. രാവിലെയും വൈകുന്നേരവുമെല്ലാം അവിടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് തസ്ബീഹകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചില ഭവനങ്ങളിൽ, അതായത് പള്ളികളിലുണ്ട്. ആരുണ്ട്? റിജാലുൻ, ചില ആണുങ്ങളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. കച്ചവടങ്ങളോ അതേപോലെ തന്നെ അവരുടെ കൊടുക്കൽ വാങ്ങലുകളോ അവരെ അശ്രദ്ധമാക്കുന്നില്ല. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട്. വ ഇഖാമിസ് സ്വലാത്ത്, നമസ്കാരത്തെ നിലനിർത്തുന്നതിനെ തൊട്ട്. വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുത്തു വിടുന്നതിനെ തൊട്ട് അവരെ അശ്രദ്ധരാക്കുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു. ഹൃദയം പേടിച്ചരണ്ടു പോകുന്ന, ഹൃദയം കിടുകിട വിറയ്ക്കുന്ന, കണ്ണുകൾ മേലോട്ട് പായുന്ന, പേടിച്ചിട്ടുള്ള കണ്ണിന്റെയും ഹൃദയത്തിന്റെയും ചലനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ദിവസത്തെ പേടിക്കുന്നവരാണ് അവർ. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ പള്ളികളിൽ ഉണ്ടാവും. ഇവിടെ പള്ളികളിൽ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ദുനിയവിയായ മറ്റുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, തസ്ബീഹുകൾ പറയാൻ, അതേപോലെ തന്നെ നമസ്കാരം നിലനിർത്താൻ പള്ളിയിൽ വരുന്ന ആളുകളെ റിജാലുൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവരാണ് ആണുങ്ങളെന്നാണ്. പുരുഷത്വത്തിന്റെ, ആണത്വത്തിന്റെ അടയാളങ്ങൾ അവരിലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യില്ല? പള്ളിയിൽ വരിക എന്നത് നിർബന്ധമായ കാര്യമല്ല. അവർക്ക് ഏറ്റവും ഉത്തമ വീട്ടിൽ തന്നെ നമസ്കരിക്കലാണ്. അതാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. പള്ളിയിൽ പോയാൽ അനുവദനീയമാണ്. ശ്രേഷ്ഠത എന്ത് തന്നെയാണ്? വീട്ടിൽ നമസ്കരിക്കലാണ്. ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അവർ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യുക? പള്ളി പോവുക. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശേഷിപ്പിച്ചത് റിജാലും, അവരാണ് പുരുഷന്മാർ എന്നാണ്. അപ്പോൾ ബാങ്ക് വിളി കേട്ടാൽ എന്ത് ചെയ്യുക? പിന്നെ മറ്റുള്ള പണികൾ നിർത്തിവെക്കുക. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഒരുങ്ങി തയ്യാറായി വുദൂ ചെയ്ത് സാവധാനം എന്ത് ചെയ്യുക? മസ്ജിദിലേക്ക് വഖാറോട് കൂടിയിട്ട് ഗാംഭീര്യത്തോടെ ദിക്റുകളോടെ നടന്ന് പള്ളിയിലേക്ക് പോവുക. ഉലമാക്കൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള അതിന്റെ സഹായകരമായ പ്രവർത്തികളിൽ എണ്ണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ബാങ്കിന് എന്ത് ചെയ്യുക? അതിനെ ശ്രവിക്കുക, അതിന് മറുപടി പറയുക, എന്നിട്ട് വീട്ടിൽ നിന്ന് വുദൂ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സാവധാനം ചെയ്യുക, പള്ളിയിലേക്ക് എത്തുക. ഇങ്ങനെ എത്ര കൃത്യമായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം ഭംഗിയാക്കാൻ സാധിക്കുന്നതാണ്. അതല്ല വളരെ വേഗതയിൽ ഇഖാമത്ത് കൊടുക്കുന്ന സമയം വരെ ബന്ധിക്കുന്നു, എന്നിട്ട് വേഗതയിൽ വുദൂ ചെയ്യുന്നു, വളരെ വേഗതയിൽ ഓടിച്ചാടി എന്ത് ചെയ്യുന്നു? ഇത് അവന്റെ നമസ്കാരത്തെ എന്ത് ചെയ്യും? ബാധിക്കും. നമസ്കാരത്തിലുള്ള സൂക്ഷ്മതയും അശ്രദ്ധയും ഉണ്ടാവും. പലപ്പോഴും നമുക്കറിയാൻ പറ്റും, ഏറ്റവും അവസാനം അങ്ങനെ വരുന്ന ആളുകളായിരിക്കും ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? പള്ളിയിൽ പുറത്തു ഒന്നും വരാതിരിക്കും. കാരണം അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നില്ല, ഇതുകൊണ്ട് സ്വാധീനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ വളരെ ബോധപൂർവം ചെയ്യുക, മുന്നേ തയ്യാറെടുത്ത് സാവകാശം വരിക, നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്നത് ഈ സാവധാനം ആദ്യം വന്ന ആളുകളായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടിയിട്ടുണ്ട്. അവർക്കതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തന്നെ എന്ത് ചെയ്യും? അവർ ഇരിക്കുകയും അധികാറുകൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഇത് ബാങ്കിൽ തന്നെ മറുപടി പറയുക എന്നുള്ളത് അതിന് സഹായകരമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. വൽ ഇഖാമത്തു 11 ജുംല. ഇഖാമത്തിന് 11 ജുംലകളാണുള്ളത്, 11 വാക്യങ്ങളാണ്. യഹ്ദിറുഹ,
ഐ യുസ്രിഉ ഫിഹ, അതെന്താണ് ചെയ്യേണ്ടത്? വേഗതയിലാണ് പറയേണ്ടത്. ബാങ്ക് പോലെ സാവകാശമല്ല വേണ്ടത്, പിന്നെയോ വേഗതയിൽ ചെയ്യണം. ലിഅന്നഹാ ലിഅലാമിൽ ഹാദിരീൻ, കാരണം അത് പള്ളിയിൽ ഹാജരായിരിക്കുന്ന ആളുകളെ അറിയിക്കലാണ്. ഇതാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്, നിസ്കരിക്കാൻ പോവുകയാണ് എന്നറിയിക്കലാണ്. ഫലാ ദാഇ ലിത്തറസ്സുലി ഫീഹി, അതുകൊണ്ട് അതിങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, സാവകാശം ബാങ്ക് വിളിക്കുന്നത് പോലെ വിളിക്കേണ്ട ആവശ്യമില്ല. വയുസ്തഹബ്ബു അൻ യതവല്ലൽ ഇഖാമത മൻ തവല്ലൽ അദാൻ, ബാങ്ക് വിളിച്ച ആളാരാണോ അവർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇഖാമത്ത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് മുസ്തഹബ്. ബാങ്ക് വിളിച്ച ആൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇഖാമത്ത് കൊടുക്കാം, അദ്ദേഹത്തിന് തന്നെ ഇമാമത്ത് നിൽക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് കൂടുതൽ ഉചിതമായ കാര്യം, അതാണ്. ബാങ്ക് വിളിച്ച ആൾ തന്നെ എന്ത് ചെയ്യട്ടെ, ഇഖാമത്തും കൊടുക്കട്ടെ, അതാണ് കൂടുതൽ ഉചിതം. വലാ യുഖീമു ഇല്ലാ ബിഇദ്നിൽ ഇമാം, ഇമാമിന്റെ അനുമതി ഇല്ലാതെ ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇമാമാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യുക, നമസ്കാരം തുടങ്ങേണ്ടതിന്റെ തീരുമാനം എടുക്കേണ്ടതാരാണ്, ഇമാമാണ്. അപ്പൊ ഇമാം പറയണതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, ചാടിക്കയറി ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളത് പാടില്ല. ലിഅന്നൽ ഇഖാമത മനൂതുൻ വഖ്തുഹാ ബിനദറിൽ ഇമാമി ഫലാ തുഖാമു ഇല്ലാ ബിഇശാറതി, ഇമാമിന്റെ അധികാരത്തിനെ നിശ്ചയിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇഖാമത്ത് കൊടുക്കപ്പെടേണ്ടത്. ഇമാമിന്റെ അനുമതിയില്ലാതെ, അവന്റെ ഇഷാറത്ത് സൂചനയില്ലാതെ എന്ത് ചെയ്യപ്പെടില്ല, ഇഖാമത്ത് കൊടുക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇമാമ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇഖാമത്ത് കൊടുക്കുക. ഇമാമ് 2 മിനിറ്റ് വൈകി നിശ്ചയിക്കപ്പെട്ട സമയത്തേക്കാൾ എന്ത് ചെയ്യണം, ഇമാമ് വരുന്നുണ്ടെങ്കിൽ അവരെ കാത്തിക്കണം. ഇമാമ് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇഖാമത്ത് കൊടുക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് മുസന്നിഫ് ഹഫിളഹുല്ലാഹ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസുണ്ട്, അത് കിതാബിൽ സൂചിപ്പിക്കപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബികൾ വന്ന് പരാതി പറഞ്ഞു, മുഅദ്ദിനീങ്ങൾ ഞങ്ങളെക്കാൾ ധാരാളം ശ്രേഷ്ഠരാകുന്നുണ്ടല്ലോ നബിയെ, കാരണം ബാങ്കിന് വലിയ ശ്രേഷ്ഠതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശ്രേഷ്ഠത വേറെ ഹദീസുകളിലുണ്ട്. അപ്പോൾ ഇത് സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. ഏത് നന്മയുണ്ടോ അതെന്ത് ചെയ്യണം, കരഗതമാക്കണം എന്ന് ചിന്തയുള്ളവരാണവർ. നന്മയിൽ ഏറ്റവും മുന്നിലാവുക എന്നതാണ് അവരുടെ ചിന്ത. അപ്പം ഞങ്ങൾക്കത് കരഗതമാക്കാൻ സാധിക്കുന്നില്ല. ബാങ്ക് വിളിക്കുന്നവർക്ക് പ്രത്യേകമായി പദവികൾ ലഭിക്കുകയാണ്. ഇത് സഹാബികൾക്ക് എന്ത് ചെയ്തു, അവരുടെ മനസ്സിന് വിഷമമുണ്ടായി. ഇത് സഹാബികളുടെ നന്മക്കുള്ള ആഗ്രഹം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും വേറെ പല കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. വേറെ പല നേട്ടങ്ങളും കരഗതമാക്കാൻ ഓരോ ആളുകളും ആഗ്രഹിക്കും. ദീനിയായി ഇങ്ങനെയുള്ള നന്മകൾ മത്സരിച്ച് മുന്നേറാൻ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെനക്കെടുന്നില്ല. പക്ഷെ സ്വഹാബികൾ അങ്ങനെയായിരുന്നില്ല. സ്വഹാബികൾ എവിടെയാണോ നന്മയുള്ളത് അത് അവനക്ക് ലഭിക്കുന്നുണ്ടോ എനിക്കും ലഭിക്കണം. ഇത് അവരുടെ മത്സരമായിരുന്നു, നന്മയിൽ മത്സരിക്കണം എന്നാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഖുൽ മിസ്ല ഖൗലിഹി, മുഅദ്ദിനി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളും പറഞ്ഞുകൊള്ളുക. മുഅദ്ദിൻ എന്താണോ പറയേണ്ടത് അത് നിങ്ങളും പറഞ്ഞുകൊള്ളുക. അപ്പൊ അതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. സുമ്മ സൽ തുഅത, അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോ, നിങ്ങൾക്ക് നൽകപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാങ്കിന് ഇങ്ങനെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നൽകപ്പെടുന്നതാണ്. ദുആക്ക് ഉത്തരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ത് ചെയ്യുക, ബാങ്കിന് ശേഷമുള്ളതായ ഈ സമയം. സുമ്മ സൽ തുഅത, പിന്നീട് നീ ചോദിച്ചുകൊള്ളുക, നിനക്ക് എന്ത് ചെയ്യും, നൽകപ്പെടും. ആവശ്യങ്ങൾ ദൂരീകരിക്കപ്പെടും. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാവും, പല പല ആവശ്യങ്ങൾ. ദീനിയായ ആവശ്യങ്ങളുണ്ട്, ദുനിയവിയായ ആവശ്യങ്ങളുണ്ട്, പല പല സാമൂഹികമായ ആവശ്യങ്ങളുണ്ട്, വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട്. ഇത് അള്ളാഹുവിനോട് ചോദിക്കാൻ സമയം നിശ്ചയിക്കപ്പെട്ട ഒരു സമയമാണിത്. സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് ചോദിക്കാം. ബാങ്ക് വിളിച്ച് തൊട്ടുടനെ എന്ത് ചെയ്തുകൊള്ളുക, അള്ളാഹുവിനോട് ചോദിക്കുക. ഏതാവശ്യവും ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, റഹ്മാനാണ്, അവൻ ഗഫാറാണ്, പുറത്തു തരും, അവൻ കരുണ ചൊരിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ചോദിക്കണം. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇദാ സമഅതുൽ മുഅദ്ദിൻ, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയുക. എന്നിട്ട് സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ എന്ത് ചെയ്യും, 10 സ്വലാത്ത് ചൊല്ലുമെന്നാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്ത് അവനെ കുറിച്ച് പ്രശംസിച്ച് പറയും. ഇതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ, മലായിക്കത്തിന്റെ അടുക്കൽ നമ്മൾ പരാമർശിക്കപ്പെടാൻ, സ്തുതിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. പ്രത്യേകിച്ചും സ്വലാത്ത് നിശ്ചയിക്കപ്പെട്ട സമയമാണ്. ബാങ്കിന് ശേഷം എന്ത് ചെയ്യുക,
ഒരു സ്വലാത്ത് ഇല്ലുക നിശ്ചയിക്കപ്പെട്ട സമയമാണ്. അതല്ലെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ജുമുഅയുടെ രാത്രിയിൽ ജുമുഅയുടെ പകലിൽ ധാരാളം സ്വലാത്തുകൾ നിയമമാക്കപ്പെട്ട ദിവസമാണ്. എത്രയധികം സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്രയും അധികം സ്വലാത്ത് ചൊല്ലുക. ധാരാളം സവിശേഷതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വലാത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ നിസ്സാരമായിട്ട് കാണുന്നവരുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നതിന് നിസ്സാരമായി കാണുന്നവരുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും ധാരണ തൗഹീദും സുന്നത്തൊക്കെയുള്ള ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നതിനെതിരാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്നുണ്ട്, വളരെ വ്യാപകമായി പടർന്നിട്ടുണ്ട്. സ്വലാത്ത് ഹൽക്കകളുടെ പേരിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, ജനങ്ങൾ ചൂഷണം ചെയ്യുകയും ബിദ്അത്തുകൾ ആരംഭിക്കുക, അതിനെതിരെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ സ്വലാത്തിനെതിരെ ഒരു മുവഹിദ് പറയുകയില്ല, ഒരു സുന്നി പറയുകയില്ല. അഹ്ലു സുന്നയുടെ ആളുകൾ സ്വലാത്തിനെ എന്ത് ചെയ്യുന്നവരാണ്, പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇപ്പം ഈ അടുത്ത് എന്ത് ചെയ്തു, ഒരു യാത്രയിൽ 3-4 വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, അവരോട് സംസാരിക്കാനിടയിൽ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ സുന്നികളാണോ മുജാഹിദുകളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു സുന്നി, വേറൊരാൾ പറഞ്ഞു മുസ്ലിം. അപ്പോൾ ഞാൻ സുന്നി മുജാഹിദ് തമ്മിൽ വ്യത്യാസം ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എന്താണ്, സുന്നികൾക്ക് അള്ളാഹു റസൂലുണ്ട്, മുജാഹിദുകൾക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ, ആരില്ല, റസൂലില്ല. അപ്പോൾ ഇത് വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അഹ്ലു സുന്നയുടെ ആളുകൾ എന്ത് ചെയ്യുന്നവരാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം സ്നേഹിക്കുന്നവരാണ്, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അത് ചിലപ്പോൾ എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കേണ്ടവർ നമ്മളാണ്. യഥാർത്ഥത്തിൽ സ്വലാത്ത് ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്നാണ്, മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് വരെയും എന്താണ് പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ സ്വലാത്ത് ചെല്ലാൻ സ്വലാത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സുമ്മ സലുല്ലാഹ ലി അൽ വസീല, പിന്നീട് വസീലത്ത് ചോദിക്കുക. അതായത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല, വസീലത്ത് ചോദിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, വസീലത്ത് എന്നുള്ള സ്വർഗ്ഗത്തിലുള്ളതായ ഒരു പദവിയാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരു അടിമക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഫഅർജു അൻ അകൂന അന ഹുവ, അത് ഞാനാണ് ആകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫമൻ സഅല ലി അൽ വസീല ഹല്ലത് ലഹു ഷഫാഅ, ആരാണോ എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുന്നവൻ ബാങ്കിന് ശേഷം അവൻ എന്ത് ചെയ്യും, ഷഫാഅത്ത് ലഭിക്കുമെന്നും എന്ത് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന പറയുക. പിന്നീട് ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ഒന്നാണ്, ഷഹാദത്ത് പറഞ്ഞതിന് ശേഷം റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ നബിയ്യ വബിൽ ഇസ്ലാമി ദീന എന്നെന്ത് ചെയ്യുക, ഒരു പ്രാർത്ഥനയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ റബ്ബായും പരിശുദ്ധ ദീനിൽ ഇസ്ലാം അത് നമ്മുടെ മതമായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്യുന്നു, നബിയായും തൃപ്തിപ്പെടുക, ഇത് പ്രഖ്യാപിക്കുക. ഓരോ ബാങ്കിന്റെ ഇടയിൽ ഇനി പ്രഖ്യാപിക്കുക. ഈ ദിക്ർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനകളിൽപ്പെട്ടതാണ്. ഈ അടുത്ത അധ്യായം നമസ്കാരത്തിന്റെ ശുറൂത്തുകളുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം. നമസ്കാരം സ്വഹീഹാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ അതിന് മുന്നേ പാലിക്കേണ്ട എന്താണ് നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന ബന്ധപ്പെട്ട